മനുഷ്യ വ്യക്തിയുടെ മാഹാത്മ്യം അഥവാ ഡിഗ്നിറ്റി അവൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതിലാണ്. സൃഷ്ടവസ്തുക്കളിൽ വെച്ച് മനുഷ്യനിൽ മാത്രം ദൈവം മനസ്സ്, ആത്മാവ് ഇവ നിവേശിപ്പിച്ചിരിക്കുന്നു. ദൈവം നമ്മെ സൃഷ്ടിച്ചതിലുള്ള മഹത്വം മനസ്സിലാക്കാതെ നാം പാപത്തിൽ അഥവാ തെറ്റിലകപ്പെട്ടു പോകുന്നു. അതിനാൽ സൃഷ്ടാവിനെയും സൃഷ്ടിയിലെ മനുഷ്യനായ നമ്മെക്കുറിച്ചും വിശദമാക്കി തരുന്ന ചില ഭാഗങ്ങൾ ഇനി ശ്രദ്ധിക്കാം. മനുഷ്യനെ സൃഷ്ടിച്ചതെക്കുറിച്ച് 1703 പാരഗ്രാഫ് അല്ലെങ്കിൽ 1700 ആദ്യം വായിക്കാം. 1700 പാരഗ്രാഫിൽ പറയുന്നുണ്ട് മനുഷ്യനെ എങ്ങനെയാണ്, എന്തിനാണ് സൃഷ്ടിച്ചതെന്ന്. അവിടെ പറയുന്നുണ്ട് മനുഷ്യ വ്യക്തിയുടെ മാഹാത്മ്യം അവൻ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സഹോദരി യൂറോപ്പിന്റെ സാഹചര്യത്തിൽ ഉള്ളൊരു, അവളൊരാളുടെ കൂടെ ജീവിക്കുക, കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, ചുമ്മാ ഇങ്ങനെ ജീവിക്കുക. അവൾക്ക് അതിനകത്തൊരു പാപമൊന്നും തോന്നുന്നില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഡിഗ്നിറ്റി? അത് പറഞ്ഞപ്പോൾ കൊണ്ടു. നിൻ്റെ ജീവിതത്തിന്, നീ ഒരു സ്ത്രീയാണ്, നിൻ്റെ ജീവിതത്തിൻ്റെ, നിൻ്റെ യുവത്വത്തിൻ്റെ യു ഹാവ് ഡിസ്ട്രോയിഡ് ദ ബ്ലോസം ഓഫ് യുവർ ലൈഫ് എന്ന് ഞാൻ പറഞ്ഞു. നിൻ്റെ, എന്തായാലും മലയാളത്തിൽ പറയാം, നിൻ്റെ യുവത്വത്തിൻ്റെ വസന്തം എന്ന് പറഞ്ഞൊരു വാക്ക് ഫിറ്റാവോ? നിൻ്റെ യുവത്വത്തിൻ്റെ വസന്തം നീ നശിപ്പിച്ചു. യു ഹാവ് ഡിസ്ട്രോയിഡ് യുവർ ഡിഗ്നിറ്റി. ഇത് രണ്ടും പറഞ്ഞപ്പോഴേക്കും പാവം കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, നീ നിൻ്റെ ഡിഗ്നിറ്റി കണ്ടെത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിലൂടെ അന്ന് ആ ഒറ്റ ദിവസം അവൾ മാനസാന്തരത്തിലേക്ക് വന്നു. അന്ന് അവൾ ഫോൺ വിളിച്ചു. 50 വർഷമായിട്ട് അവളുമായിട്ടുണ്ടായിരുന്ന ഈ ബന്ധം ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു. അവൾ പറഞ്ഞു, ഐ ഫൗണ്ട് ഔട്ട് മൈ ഡിഗ്നിറ്റി. ഇതാണ് അവൾ അയാളോട് പറഞ്ഞത്. അയാൾ വിചാരിച്ച് ഇവൾക്ക് വട്ടായിരുന്നു. അതിൽ പിന്നെ അയാളുടെ കൂടെ ജീവിച്ചിട്ടില്ല അവൾ. എന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമാണെങ്കിൽ ഐ ആം റെഡി. അയാൾ പറഞ്ഞു, നോ, ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല, നമ്മൾ ഒരുമിച്ച് സന്തോഷിക്കാമെന്ന് വിചാരിച്ചിട്ടില്ല ജീവിക്കണം. ഈ വിവാഹത്തിൻ്റെ ആഗ്രഹം നിനക്ക് അങ്ങനെ തലയിൽ കയറി. ഇതാണ് ലോകം. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അപ്പോൾ ഇത് സംഭവിച്ചത്? ഷീ നെവർ അണ്ടർസ്റ്റുഡ് വൈ ഗോഡ് ക്രിയേറ്റഡ് ഹെർ. ആ ക്രിയേഷനിൽ മനുഷ്യന് ദൈവം തന്ന ഡിഗ്നിറ്റി അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രസ്താവിക്കണം, ഇത് പ്രഘോഷിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാ കുഞ്ഞുങ്ങളോടും പറയണം, നിനക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. ഈ വാക്ക് അവരുടെ അകത്തുണ്ടെങ്കിൽ പലർക്കും അത് മുറുകെ പിടിക്കാൻ സാധിക്കുന്ന, ജീവിതത്തിൻ്റെ എത്ര തളർച്ചയിലും അവർക്ക് മുറുകെ പിടിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ലെറ്റ്സ് റീഡ് ദാറ്റ്. 1700 ഒന്നുകൂടി വായിക്കാം. The dignity of the human person is rooted in his creation in the image and likeness of God. മലയാളം, മനുഷ്യവ്യക്തിയുടെ മാഹാത്മ്യം അവൻ ദൈവത്തിന്റെ ഛായയിൽ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൽ വേരൂന്നിയിരിക്കുന്നു. ചിലപ്പോൾ നിനക്ക് വല്ല അന്തസ്സും ഉണ്ടാടാന്നൊക്കെ ചോദിക്കാറില്ലേ? അതിനൊന്ന് നന്നായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ചോദിക്കണം, വാട്ട് ഈസ് മൈ ഡിഗ്നിറ്റി? നമ്മളിൽ എപ്പോഴും ഈ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഡിഗ്നിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വരുമ്പോൾ, നമ്മൾ ചില വിലക്കുറഞ്ഞ കാര്യങ്ങൾ നമ്മൾ തോന്നുമ്പോൾ, നോ ഐ ഷുഡ് നോട്ട് ഡു ഇറ്റ്, ഞാനത് ചെയ്യരുത്. എന്തുകൊണ്ടാണ്? എൻ്റെ ഡിഗ്നിറ്റിക്ക് കുറവാണ്. എന്തുകൊണ്ടാണ്? എനിക്ക് ദൈവം തന്ന ഡിഗ്നിറ്റി, ഐ ഷുഡ് നോട്ട് ടാർണിഷ് ദ ഡിഗ്നിറ്റി വാട്ട് ഗോഡ് ഹാസ് ഗിവൺ ടു മീ. ദൈവം എനിക്ക് തന്ന ഡിഗ്നിറ്റിയെ കളങ്കപ്പെടുത്തരുത് എന്നുള്ള ഒരു ബോധ്യം. ഇത് ഞാൻ നമ്മുടെ ഇനി അടുത്ത 1703 ഞാൻ അതിനെ ഒരല്പം ഐഡോ എനിക്കങ്ങനെ പറയാൻ തോന്നുകയാണ്. സൃഷ്ടിയെക്കുറിച്ചുള്ള മതബോധനം നമ്മൾക്ക് എത്ര ആവശ്യമാണെന്നുള്ളതിനെക്കുറിച്ച്. ഗോഡ് endowed with a spiritual and immortal soul, the human person is the only creature on earth that God has willed for its own sake. For from his conception he is destined for eternal beatitude. വായിച്ച മലയാളത്തിലെ
ആത്മീയവും അമർത്യവുമായ ആത്മാവുള്ള മനുഷ്യവ്യക്തിയാണ് ഭൂമിയിൽ അവന് വേണ്ടി തന്നെ ദൈവം ആഗ്രഹിച്ച ഏക സൃഷ്ടി. അവൻ തന്റെ ഉത്ഭവം മുതൽ നിത്യഭാഗ്യത്തിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, നിത്യ സൗഭാഗ്യത്തിനായി. അപ്പോൾ ഇവിടെ ഞാനിത് ഒരുപക്ഷെ നിങ്ങളിത് ഞാൻ പറഞ്ഞത് മുമ്പ് കേട്ടിട്ടുണ്ടാവും. എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. ഞാനപ്പോൾ ആ സമൂഹത്തിൽ പറഞ്ഞു, മനുഷ്യന് മാത്രമേ ദൈവം സൃഷ്ടിച്ചതിൽ മനുഷ്യനിൽ മാത്രമേ ദൈവം അനശ്വരവും അമർത്യവുമായ ആത്മാവിനെ നൽകിയിട്ടുള്ളൂ. മനുഷ്യന് മാത്രമേ ദൈവം an eternal and immortal സോളിന് നൽകിയിട്ടുള്ളൂ. അത് ഡിഗ്നിറ്റിയാണ് നമ്മുടെ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വളരെ വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീ, വിശ്വാസിയായ സ്ത്രീ, കൊന്തയെല്ലാം പിടിച്ച് നടക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുകയൊക്കെ ഉണ്ട്, പ്രാർത്ഥനാ ഗ്രൂപ്പിലും കുറച്ച് ലീഡറൊക്കെയാണ്. അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, തോമസ്, ഐ ഡോണ്ട് അഗ്രി വിത്ത് യു. നീ പറയുന്നതുമായിട്ട് ഞാൻ വിയോജിക്കുന്നു. ഇങ്ങനെയാണ് സാധാരണ ഡയലോഗിൽ. അപ്പോൾ നമ്മളതുകൊണ്ട് വ്യാസൊന്നും വിചാരിക്കരുത്. യെസ്, ക്യാരി ഓൺ, പറഞ്ഞോ, എന്താ നീ എന്താ വിചാരിക്കുന്നത്? 13 വർഷമായിട്ട് what do you think? I have a dog with me for the last 13 years and that dog loves me, I love her. Do you think that dog don't have a soul? മനസ്സിലായോ? എൻ്റെ കൂടെ ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പട്ടി, ഒരു നായയുണ്ട് 13 വർഷമായിട്ട്. നീ എന്താ പറയണത്? എൻ്റെ ഈ നായയ്ക്ക് ആത്മാവില്ലെന്നാണോ പറയണേ? ഐ ഡോണ്ട് അഗ്രി വിത്ത് യു. മനസ്സിലാവുന്നുണ്ട്? ഇതിനെയാണ് നമ്മൾ സുവിശേഷവൽക്കരിക്കേണ്ടത്. അവിടെയൊക്കെ നായയുടെ സെമിട്രി വരെയുണ്ട്. പട്ടികൾക്ക് പ്രത്യേകം സെമിസ്ട്രി ഉണ്ട്. നല്ലതാണ്, പക്ഷേ അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കണം. പട്ടിക്ക് സെമിസ്ട്രി ഉണ്ടെന്ന്. അവിടെ എല്ലാ ദിവസവും കൊണ്ടുപോയി പൂവും വയ്ക്കും, വെള്ളവും വയ്ക്കും, ഇതൊക്കെ വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മനുഷ്യനെ ദൈവം അത്രയ്ക്ക് വലിയ ഒരു ആത്മാവ്, അനന്തമായ ഇതൊക്കെ മനുഷ്യന് മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് ഇവരൊരു വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെയാണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രശ്നം കിടക്കുന്നത്. ആ വ്യക്തിക്ക് ജീവിതത്തിൽ എന്താ അന്തസ്സ് പിന്നെ എന്ന് പറഞ്ഞാൽ, ഇത്തിരി കടത്തി പറയുകയാണെങ്കിൽ, പിന്നെ അവനും എന്താ വ്യത്യാസം ഇല്ലേ? ഇപ്പം നായയും അവനുമായിട്ട് പിന്നെ എന്താ വ്യത്യാസം? അങ്ങനെയുള്ളവരാണ്. ഇത് ഞാൻ ആരെയും കുറ്റം പറയല്ല. ഇന്ന് ലോകത്തിൽ കാണുന്ന, പ്രത്യേകിച്ച് ആധുനികമായ പാശ്ചാത്യ ലോകങ്ങളിലും അതിനാധുനികതയിൽ കാണുന്ന മൃഗീയമായ സ്വഭാവങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു? എന്തുകൊണ്ടാണ് വലിയ വലിയ നേതാക്കന്മാർ വലിയ വലിയ സദസ്സിലിരുന്ന് ദിനരാത്രങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങളോളം ചർച്ച ചെയ്ത് വളരെ കൂലങ്കഷമായി ചിന്തിച്ച് തീരുമാനിച്ചിരിക്കുന്നു? എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? അബോർഷൻ നിയമപരമാക്കണം, സ്വവർഗഭോഗ വിവാഹം നിയമപരമാക്കണം. വലിയ തീരുമാനങ്ങളാണ് അതൊക്കെ. ആ തീരുമാനങ്ങളുടെ ഉള്ളിലുള്ള ഒരു മൃഗീയമായ ആസക്തിയല്ലേ അവിടെ കിടക്കുന്നത്. അപ്പം ആ മൃഗീയമായ ആ സ്വഭാവം എന്തുകൊണ്ട്? അവൻ്റെ സ്വന്തം ഡിഗ്നിറ്റി അറിയാത്തത് കൊണ്ടല്ലേ. അപ്പോൾ അവൻ്റെ അസ്തിത്വത്തിൽ സൃഷ്ടാവ് എങ്ങനെ അവനെ മറ്റു സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നറിയാത്തത് കൊണ്ടല്ലേ അത്. ഇതാണ് ഇന്നത്തെ വലിയ പ്രശ്നം. നമ്മൾ ഉദ്ദേശിക്കണമായിരുന്നില്ല, വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ് ഇന്ന് ലോകത്തിൽ. ഒരു ഹോമോസെക്ഷലായിട്ടുള്ള വളരെ ബുദ്ധിമാനായ ഒരാൾ സമുദായത്തിൽ ചിലപ്പോൾ ഡോക്ടറാണ്, ചിലപ്പോൾ എൻജിനീയറാണ്, ചിലപ്പോൾ അച്ഛനാകാൻ പഠിക്കുന്നവനാണ്. അവൻ വന്നിട്ട് പറയണത്, യെസ് യെസ് ഐ ആം, ഗോഡ് ക്രിയേറ്റഡ് മീ ലൈക്ക് ദാറ്റ്, വാട്ട് ക്യാൻ ഐ ഡു എന്ന് അവൻ പറയുക.
എല്ലാവരും ഇങ്ങനെ പറയുന്നത്, മിക്കവാറും എല്ലാ ഹോമോസെക്ഷൽസും പറയുന്നത്, ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ്, ഗോഡ് ക്രിയേറ്റഡ് മീ ലൈക്ക് ദാറ്റ്, സോ വൈ ഡോണ്ട് യു അക്സെപ്റ്റ് മീ? നിങ്ങൾക്ക് എന്നെ അതേമാതിരി അങ്ങ് സ്വീകരിച്ചൂടെ? No, I said, I cannot accept you because I know what God has created. God has never created you like that. Where is the proof? ഇനി ആർഗ്യുമെൻ്റ് തുടങ്ങാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഈ പ്രമേയത്തെ നമ്മൾ കാണേണ്ടത്. നമ്മുടെ ഇന്നത്തെ ഈ ഗ്രാമപ്രദേശത്തുള്ള നമ്മുടെ കുഞ്ഞു മനസ്സിന് ഇത് ഇതെന്ത് ഇങ്ങനെയൊക്കെ എഴുതിയേക്കണേന്ന് തോന്നുന്നു. പക്ഷേ ഈ ലോകത്തിൻ്റെ മറുവശത്ത് നടക്കുന്ന വാസ്തവങ്ങളാണ് ഈ പറയുന്നത്. ഒരപ്പൻ മകളുടെ കൂടെ ശയിക്കുന്നു, മകളുടെ കൂടെ ലൈംഗിക വേഴ്ച നടത്തുന്നു. അപ്പൻ പറയാണ്, യെസ്, വാട്ട്സ് റോങ്? ഞാനൊരു വൃക്ഷം നട്ട് അതിലെ ഫലം ഞാൻ ആസ്വദിക്കണതിൽ എന്താ തെറ്റ്? ഇങ്ങനെ പറയുന്ന ഒരു മനസാക്ഷിയുടെ ഉടമയാണ് ഇന്നത്തെ ലോകത്തിൽ പല ആളുകളും. ഞാനൊരു വൃക്ഷം നട്ടു, ഞാനൊരു തെങ്ങ് നട്ട് അതിൻ്റെ നാളികേരം ഞാൻ ആസ്വദിക്കുന്നതിൽ എന്താ തെറ്റ്? അപ്പോൾ ഇതൊക്കെ ആ മനുഷ്യ മനസാക്ഷിയെക്കുറിച്ചും മനുഷ്യ ജീവിതത്തിൻ്റെ നന്മ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഞാനിത് പറയാൻ നിർബന്ധനായത്, ഇതെല്ലാത്തിൻ്റെയും കണിക കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ആ വ്യക്തി സൃഷ്ടിയെക്കുറിച്ച്, ദൈവം നമ്മെ സൃഷ്ടിച്ച ആ സൃഷ്ടിയെക്കുറിച്ചുള്ള മതബോധനം അവന് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണ്. വളരെ ദാരുണ അവസ്ഥയാണ് യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലുമെല്ലാം. വളരെ ദാരുണ അവസ്ഥയാണ്, മുഴുവൻ ഇവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ ഇന്ന് ലോകത്തിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം സൃഷ്ടിയെക്കുറിച്ചുള്ള മതബോധനം, അല്ലെങ്കിൽ ദൈവം എന്തിനെന്നെ സൃഷ്ടിച്ചു. കണ്ടോ, 252 വരാം. അതിൻ്റെ നടുവിൽ നാം എവിടെ നിന്ന് വരുന്നു, നാം എങ്ങോട്ട് പോകുന്നു, നമ്മുടെ ഉദ്ഭവം എവിടെ നിന്ന്, നമ്മുടെ അന്ത്യം എന്ത്, അസ്തിത്വമുള്ളവയെല്ലാം എവിടെ നിന്ന് വന്നു. ഒന്നുകൂടി എല്ലാവരും ഒന്ന് ഉച്ചസ്വരത്തിൽ ഒന്ന് നമ്മളോട് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടൊന്ന് പറഞ്ഞ്, നാം എവിടെ നിന്ന് വരുന്നു? എല്ലാവരും, നാം എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, നമ്മുടെ ഉത്ഭവം എവിടെ നിന്ന്, നമ്മുടെ അന്ത്യം എന്ത്, അസ്തിത്വമുള്ളവയെല്ലാം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു. പരസ്പരം വേർതിരിക്കാവുന്നതല്ല. പ്രവർത്തന രീതിയുടെയും അർത്ഥത്തെയും ആഭിമുഖ്യത്തെയും സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങൾ നിർണായകങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യരുടെയും ഉദ്ഭവത്തെക്കുറിച്ചുള്ള ചോദ്യം അനേകം ശാസ്ത്രീയ പഠനങ്ങൾക്ക് വിഷയമായിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ആയുസ്, അളവുകൾ, ജീവരൂപങ്ങളുടെ വികാസം, മനുഷ്യൻ്റെ ആവിർഭാവം എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ സ്തുത്യർഹമായി പുഷ്ടിപ്പെടുത്താൻ ഈ പഠനങ്ങൾക്ക് കഴിഞ്ഞു. സൃഷ്ടാവിൻ്റെ മഹത്വത്തെ ഉപരി പുകഴ്ത്തുവാൻ നമ്മെ ക്ഷണിക്കുന്നവയാണ് പ്രസ്തുത ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ. ദൈവത്തിൻ്റെ സമസൃഷ്ടികളെ പ്രതിയും പണ്ഡിതന്മാർക്കും ഗവേഷകർക്കും ദൈവം നൽകുന്ന അറിവിനെയും ജ്ഞാനത്തെയും പ്രതിയും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നവയാണവ. സോളമനോടൊത്ത് അവർക്കും പറയാൻ കഴിയും, എല്ലാവരും കരമുയർത്തി, അസ്തിത്വമുള്ളവയെക്കുറിച്ചെല്ലാം തെറ്റുപറ്റാത്ത അറിവ് എനിക്ക് നൽകിയ അവനാണ് പ്രപഞ്ചഘടനയും പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനവും അറിയാൻ സകലതും രൂപപ്പെടുത്തുന്നവനായ ജ്ഞാനമാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ഇത് നമ്മൾ എത്തി നോക്കാൻ പോകുന്ന വിഷയം അത്ര എളുപ്പം ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള മതബോധനം അത്ര എളുപ്പം മനസ്സിലാവുന്നതല്ല. പക്ഷേ എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ, എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി